ചാവുന്നതിന് മുമ്പ് ഇവൻ്റെ കല്യാണം കാണുമെന്ന് ആഗ്രഹമുണ്ടല്ലയോ? ആഗ്രഹമുണ്ട്. ഇന്നേ ഇവൻ്റെ ഹോർമോണിന് വ്യത്യാസം വരും. ദൈവം ഇവനെ മാറ്റും. ഇവൻ്റെ അകത്തൊരു സ്ത്രൈണഭാവമുണ്ട്. ഇന്ന് രാവിലെ യേശുവിനെ മാറ്റാൻ പോവാം. കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും അധരം തുറന്ന് ഉറക്കെ യേശുവേ എന്നൊന്ന് വിളിച്ചേ. അവന് വിവാഹം കഴിക്കണമെന്ന് മനസ്സിൽ തോന്നലില്ല, ജീവിക്കണമെന്ന് തോന്നലില്ല. ഒരു മുറിക്കകത്ത് തന്നെ ഒതുക്കി പിശാച് അവനെ കെട്ടിയൊരു മേഖലയുണ്ട്. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ എൻ്റെ ദൈവം ഈ മകനെ വിടുവിച്ച് ഒരു പുതിയ ജീവിതത്തിൻ്റെ അധ്യായം മോനെ കൂടി കെട്ടിവെച്ചേക്കുക. ഷിബുവേ, നിൻ്റെ അമ്മയ്ക്കൊരു സ്വപ്നമുണ്ട്, എന്നാന്നറിയാം. പക്ഷെ നീ അമ്പരിനും വില്ലിനും അടുക്കുന്നില്ല. നീ ഇന്ന് മാറൂടാ, നീ ഇന്നും മാറും. യേശു നിന്നെ മാറാൻ കൊണ്ടുവന്നാ ഇവിടെ. നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ല കേട്ടോ. അതുകൊണ്ട് എന്നോട് കർത്താവ് പറയുന്നത് എന്നാണെന്നറിയോ? നീ നല്ല കലാകാരനാ. നിന്നെ യേശുവിന് വേണ്ടി പാടാൻ ദൈവം കൂട്ടാൻ പോവാ. നിന്റെ മേൽ ദൈവം ഒരു അഭിഷേകം തരും. നീ ആളും മാറും. ദൈവം നിന്റെ ജീവിതത്തിൻ്റെ ശൈലിയൊക്കെ മാറ്റാൻ പോവാ. ഒത്തിരി കഷ്ടപ്പെട്ടാ വളർത്തിയത്. സ്വപ്നമായിരുന്നു ഈ കൊച്ചു വളർന്നു കാണണമെന്ന്. വീട് മുന്നോട്ട് പോകുന്നില്ല അല്ലേ? വീട്ടിൽ വലിയ പ്രതിസന്ധിയാണ്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്, എല്ലാം ഊരിയാ. പ്രോഗ്രാം സമയത്ത് കമ്പനിയെടുത്തുള്ളൂ. വേണ്ട, നമ്മളിനി ഇവിടെ അങ്ങ് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോവാം. നിന്നെ എൻ്റെ കൂടെ ഞാൻ കൂട്ടാൻ പോവാം കേട്ടോ. നിങ്ങൾ കൈയടിച്ച് നാടൻ പാട്ടൊക്കെ പാടും. 40 വയസ്സ്. ഞാനിപ്പോൾ പ്രാർത്ഥിച്ച് നിനക്കൊരു പുതിയ അധ്യായം തുടങ്ങാൻ പോവാം. നിൻ്റെ അകത്തൊരു പ്രതിസന്ധി ഉണ്ട്. നിനക്കും എനിക്കും നിൻ്റെ അമ്മയ്ക്കും അറിയാവുന്ന ഒരു കാര്യം. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അതിനെ ഇടിച്ചു കളയാൻ പോവാ. എന്നിട്ടും നിൻ്റെ വീട്ടിലോട്ട് ഒരു ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരാൻ പോവാ. എല്ലാവരും കൂടെ ആധരം തുറന്ന് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും ആധരം തുറന്ന് ഇന്ന് രാവിലെ ആ നാമത്തെ ഒന്ന് വിളിച്ചേ. ഇനി തൊട്ടേക്കരുത്. പറ ഇല്ല, ഇനി ചെയ്യത്തില്ല കേട്ടോ. അമ്മ വിഷമിക്കണ്ട. തൊട്ട് പുറകിലൊരു പ്രതിസന്ധി വരുന്നുണ്ട്. പ്രാർത്ഥിച്ചോണം. നിന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല ആ പിശാച്. ഇന്ന് രാവിലെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത് പൊട്ടിച്ചു വിടുക.